ലീഗിനെതിരെ സുന്നി യുവജന സംഘടനയായ SYS രംഗത്ത് വന്നു. വിമർശനങ്ങൾക്ക് ആരും അതീതരല്ലെന്ന് AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ പരസ്പരം ആരോപണം ഉന്നയിക്കും. മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. പാണക്കാട് തങ്ങളും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അവർ തമ്മിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണെന്നും SYS നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ വിമർശിച്ചുവെന്ന ലീഗ് വിമർശനത്തിനുള്ള മറുപടിയായിരുന്നു സുന്നി യുവജന സംഘം നേതാവ് AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുടേത്. രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും തമ്മിൽ വിമർശനങ്ങൾ ഉണ്ടാകും. മുഖ്യമന്ത്രി രാഷ്ട്രീയ നേതാവാണ്. പാണക്കാട് തങ്ങളും ഒരു രാഷ്ട്രീയത്തിൻ്റെ നേതാവാണ്. പരസ്പരം വിമർശനങ്ങൾ അവർ ഉന്നയിക്കും. വിമർശനത്തിന് ആരും അതീതരല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ വിമർശിച്ചതിൽ തെറ്റില്ലെന്ന് അസ്ഹരി ചൂണ്ടിക്കാണിച്ചത്. മനുഷ്യൻ തന്നെയാണ് എക്കാലത്തും രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ഉള്ളടക്കം. രാഷ്ട്രീയ പ്രയോഗം ക്രിയാത്മകമാകുമ്പോഴാണ് സമൂഹത്തിൻ്റെ വികാസം സാധ്യമാകുന്നത്. രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രതയോടെയും സധൈര്യവും അത് പ്രയോഗിക്കാൻ വേണ്ടി തയ്യാറാകണം. പൊതുവെ ഇസ്ലാമിലെ ദഅവത്തിൻ്റെ രീതി തന്നെ വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെയോ ആക്ഷേപിക്കുക എന്നതല്ല. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ പൊതുവായി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തിരുത്തുക. ആ വ്യക്തിക്ക് ഒരു അപമാനം ഏൽക്കാതിരിക്കുക എന്നുള്ള ഈ സദസ് വ്യക്തി ആക്ഷേപവും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപങ്ങളും പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പരസ്പരം വിമർശനം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. വിമർശനം ക്രിയാത്മകമാകണമെന്നും മുനമ്പം ഭൂമി പ്രശ്നം മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലെന്നും ഫാറൂഖ് കോളേജ് മൗനം ഭേദിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ താൽപ്പര്യത്തോടെ ആര് പ്രവർത്തിച്ചാലും മതമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും അത്തരം ശ്രമങ്ങളെ കൂട്ടായി നിന്ന് ചെറുക്കുമെന്നും വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് ഏതെങ്കിലും വിധത്തിൽ സഹായകരമാകുന്ന നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ലെന്നും ലീഗിനും UDFനുമുള്ള മറുപടിയായിരുന്നു അസ്ഹരിയുടെ പത്രസമ്മേളനം. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.